أما الفرقة الناجية أهل السنة والجماعة ولا ينطبق هذا الوصف أهل السنة والجماعة إلا على الفرقة السلفية. السلام عليكم ورحمة الله. بسم الله والحمد لله وصلى الله وسلم على أشرف خلق الله محمد بن عبد الله عليه أفضل الصلاة وأزكى التسليم وعلى آله وصحبه ومن والاه. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഷെയ്ഖുൽ ഇസ്ലാം അബു അബ്ദില്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലായെ സംബന്ധിച്ച ചെറിയ ഒരു തർജ്ജമയാണ് നമ്മൾ കഴിഞ്ഞ മജ്ലിസിൽ ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്, അദ്ദേഹത്തിന്റെ നസബ് എന്താണ്, ഇസ്മുഹു വനസബു, അത് നമ്മൾ കഴിഞ്ഞ മജ്ലിസിൽ വിശദീകരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൗലിദുഹു വനഷ്അതുഹു, അദ്ദേഹം ജനിച്ചതും വളർന്നതും ഏത് സമയത്താണ്, ഏത് രൂപത്തിലാണ്, ആ കാര്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് മഅറൂഫത്തുൻ ബിൽ ഇൽമി വസ്സലാഹ്, ഇൽമു കൊണ്ടും സ്വലാഹ് കൊണ്ടും അറിയപ്പെട്ടിരുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ വല്ലിപ്പ സുലൈമാൻ ഇബ്നു അലി നജിദിലെ അക്കാലഘട്ടത്തിലെ ആലിമായിരുന്നു. അതുപോലെ വാപ്പ അബ്ദുൽ വഹാബ് കാന ആലിമൻ വരിഅൻ സാഹിദൻ, വാപ്പാന്റെ മടിത്തട്ടിലാണ് അദ്ദേഹം വളർന്നത്. വാപ്പാന്റെ മേൽനോട്ടത്തിലും അദ്ദേഹത്തിന്റെ തർബിയത്തിലുമാണ് ഷെയ്ഖുൽ ഇസ്ലാം വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു പണ്ഡിത കുടുംബത്തിൽ ഇൽമ് കണ്ട് സ്വലാഹ് കണ്ട് അതിന്റെ കൂടെ വളരുന്ന ആളുകൾ, അവർ സാധാരണ ആദ്യം കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിലെ ഖുർആൻ ഹിഫ്ളാക്കുന്നതിന് പ്രാധാന്യം നൽകുമായിരുന്നു. അതുകൊണ്ട് വതഅല്ലമൽ ഖുർആൻ വഹഫിളഹു ഖബ്ല ബുലൂഗിഹി 10 സിനീൻ, 10 വയസ്സാകുന്നതിന് മുൻപ് അദ്ദേഹം ഖുർആൻ പഠിക്കുകയും അത് ഹിഫ്ളാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വഖറഅ അല അബീഹി അൽ ഫിഖ്, വാപ്പയിൽ നിന്ന് ഫിഖ് പഠിക്കുകയും ചെയ്തു. ഹംബലി ഫിഖ് വാപ്പയിൽ നിന്ന് പഠിച്ചു. വകാന മഷ്ഹൂറൻ ബിഹിദ്ദത്തി ദിഹ്നിഹി വസുർഅത്തി ഹിഫ്ളിഹി, വകാന മഷ്ഹൂറൻ, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഹിദ്ദത്തു ദിഹ്ൻ, നല്ല കൂർമ്മമായ ബുദ്ധിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ സുർഅത്തുൽ ഹിഫ്ൾ, വേഗതയേറിയ ഹിഫ്ളിന്റെ കാര്യത്തിലും, ഇതൊക്കെ ത്വലബത്തുൽ ഇൽമിനെ, ഒരു ത്വാലിബുൽ ഇൽമിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഹിദ്ദത്തുൽ ദിഹ്ൻ, സുർഅത്തുൽ ഹിഫ്ൾ, ഇതൊക്കെ അല്പം ബുദ്ധി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും അത് നൽകിയിട്ടുണ്ട്. പിന്നെ അതിനെ ഷാർപ്പാക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്ത് അതിന് കൊടുക്കേണ്ട പരിഗണനകളൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിനാണ്, അങ്ങനെയാണ് ഹിദ്ദത്തുൽ ദിഹ്ൻ ഉണ്ടാകുക. അതില് വളരുന്ന ചുറ്റുപാടും അതുപോലെ തന്നെ ആരാണോ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് അവരുമൊക്കെ സ്വാധീനിക്കും. ഇൽമിന്റെ ഹിഫ്ളിന്റെ ആ ഒരു ചുറ്റുപാടിലാണ് ഷെയ്ഖുൽ ഇസ്ലാം വളർന്നത് എന്നതും അദ്ദേഹത്തിന്റെ ബുദ്ധിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹിഫ്ളിനും ഒക്കെ സഹായകമായി. അതുപോലെ തന്നെ വഹുബ്ബിഹി ലിൽ മുതാലഅത്തി ഫീ കുതുബി തഫ്സീർ വൽ ഹദീസ് വകലാമിൽ ഉലമാ ഫീ അസ്ലിൽ ഇസ്ലാം, അദ്ദേഹത്തിന് വഹുബ്ബിഹി ലിൽ മുതാലഅ കാന മഷ്ഹൂറൻ ബിഹുബ്ബിഹി ലിൽ മുതാലഅ, മുതാലഅത്തിന്റെ കാര്യത്തിൽ, മുതാലഅത്തിനോടുള്ള പ്രിയം അദ്ദേഹത്തിന്, ആ കാര്യത്തിലും അദ്ദേഹം മഷ്ഹൂറാണ്. എന്ത് മുതാലഅ ചെയ്യുന്നതിന് ഫീ കുതുബി തഫ്സീർ വൽ ഹദീസ് വകലാമിൽ ഉലമാ ഫീ അസ്ലിൽ ഇസ്ലാം,
കുത്തുബ് തഫ്സീർ, തഫ്സീറിന്റെ കിതാബുകൾ, അതുപോലെ തന്നെ വൽ ഹദീസ്, കുത്തുബുൽ ഹദീസ്, വകലാമിൽ ഉലമാ, ഉലമാക്കളുടെ വാക്കുകൾ, ഫി അസ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അസ്ലിൽ അഥവാ അഖീദയിൽ, സുന്നത്തിൽ ഉലമാക്കളുടെ കലാമുകൾ അടങ്ങുന്ന കിതാബുകൾ മുത്വാലഅ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് പ്രിയമുണ്ടായിരുന്നു. ഇത് ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹത്താ ഇന്ന അബാഹു കാന യതഅജ്ജബു മിൻ ഫഹ്മിഹി, എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന്റെ വാപ്പ, അദ്ദേഹത്തിന്റെ ഫഹ്മ്, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഫഹ്മ്, അതാണ് ഫിഖ്ഹ്, കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പഠിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ, അദ്ദേഹത്തിന്റെ കഴിവിൽ വാപ്പാക്ക് പോലും അത്ഭുതമായിരുന്നു. വയഖൂൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ലഖദ് ഇസ്തഫത്തു മിൻ വലദി മുഹമ്മദ് ഫവായിദ മിനൽ അഹ്കാം, അഹ്കാമുകളിൽപ്പെട്ട ധാരാളം ഫായിദകൾ എന്റെ മകൻ മുഹമ്മദിൽ നിന്ന് ഞാൻ ഇസ്തിഫാദത്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ മജ്‌ലിസിൽ നമ്മൾ വായിച്ചു പോയത്. ഇനി അതിന്റെ തുടർച്ച എന്നോണം ചില കാര്യങ്ങൾ കൂടി ഉണർത്തുന്നു. അതിലൊന്നാമത്തേത്, വകാന യുസ്ബിതു മാ യമുറു അലൈഹി മിനൽ ഫവായിദ് അസ്നാ അൽ ഖിറാഅത്തി വൽ ബഹസ്. വകാന യുസ്ബിതു, അദ്ദേഹം കാന യുസ്ബിതു, ശൈഖുൽ ഇസ്ലാം ഔ യുസബ്ബിതു, ഇത് രണ്ടും വായിക്കാം. കാന യുസബ്ബിതു, സബ്ബത യുസബ്ബിതു എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഉറപ്പിക്കുക. സബത്ത എന്ന് പറഞ്ഞാൽ ഉറച്ചു എന്നാണ്, സബ്ബത്ത എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു എന്നാണ്. കാര്യത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്നതിന് സബ്ബത്ത എന്ന് പറയും. തസ്ബീത്ത് എന്ന് പറയും. ഒരു കാര്യത്തിനുള്ള എവിഡൻസ് കൊണ്ടുപോയി കൊടുക്കുന്നത്, എവിഡൻസുകൾക്ക് തസ്ബീത്ത് എന്ന് പറയും. ഒരു കാര്യം അതിങ്ങനെയാണ് എന്നുള്ളത് തെളിയിക്കുന്ന, ഉറപ്പിക്കുന്ന കാര്യമാണ് അതിന്റെ എവിഡൻസ്. അങ്ങനെ ഒരു കാര്യത്തിനുള്ള എവിഡൻസ്, അതിന് തസ്ബീത്ത് എന്ന് പറയും. വകാന യുസബ്ബിത് ഔ യുസ്ബിത്, അദ്ദേഹം ഉറപ്പിക്കുമായിരുന്നു. എന്ത്? മാ യമുറു അലൈഹി, അദ്ദേഹത്തിന്റെ അടുക്കലൂടെ കടന്നു പോകുന്നത്, അദ്ദേഹത്തിന്റെ അടുക്കലൂടെ കടന്നു പോകുന്നത്, മിനൽ ഫവായിദ്, ഫായിദകളിൽ നിന്ന്. ഫായിദ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള വാക്കാണ്. ഫായിദ എന്ന് പറഞ്ഞാൽ ദീനിയായി, ഇൽമിയായി ലഭിക്കുന്ന ഗുണം, ഗുണത്തിനാണ് ഫായിദ എന്ന് പറയാം. ഇൽമ പഠിക്കുമ്പോൾ, ദീന് പഠിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന, അതുമായി ബന്ധപ്പെട്ട ദീനിയായി, ഇൽമിയായി ഗുണകരമായ എന്ത് കാര്യത്തിനും ആ വിഷയത്തിലുള്ള ഫായിദ എന്ന് പറയും. ഫവായിദുകൾ, ഇൽമിയായ ഫവായിദുകൾ അദ്ദേഹത്തിന്റെ അടുക്കലൂടെ കടന്നുപോയാൽ അത് അദ്ദേഹം വെറുതെ എങ്ങനെ വിടാണ്ട് കേട്ടുവിടുകയല്ല ചെയ്യാം, അത് ഉറപ്പിക്കും. അദ്ദേഹത്തിന്റെ അടുക്കൽ അത് ഉറപ്പിച്ചു നിർത്തും. എങ്ങനെ ഉറപ്പിക്കുക? ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസിന്റെ ഇടയിൽ ഒരു കാര്യം ഉദ്ധരിച്ചു തരിക. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഒന്നാമത്തെ ഹദീസായി ചേർത്തിട്ടുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ എന്ന് തുടങ്ങുന്ന ഹദീസാണ്. ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു, അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഇത് ആവർത്തിച്ച് കേൾക്കാറുണ്ട്. അങ്ങനെ കേൾക്കും, അങ്ങനെ പോകും, അല്ലെങ്കിൽ അതൊന്ന് എഴുതി വെക്കും, റവാഹുൽ ബുഖാരി എന്ന് നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതി വെക്കും, കഴിഞ്ഞു. ഒരു ത്വാലിബുൽ ഇൽമിന്റെ ഹിമ്മത്ത് അതല്ല.
അതിനെ ഉറപ്പിക്കുക. ബുഖാരിയിൽ ഉണ്ട് എന്ന് ഷെയ്ഖ് പറഞ്ഞു എങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടോ? അങ്ങനെയാണോ? ബുഖാരി തന്നെ കണ്ടിട്ട് മുത്വാലഅ ചെയ്തിട്ട് ബുഖാരിയിൽ നിന്ന് ആ ഹദീസ് കണ്ട് ഉറപ്പാക്കി. ശരി, ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസായിട്ട് അതുണ്ട്, നിങ്ങൾ തന്നെ ബുഖാരി നോക്കി അത് ഉറപ്പിച്ചു വെച്ചു. ഇതുപോലെ ഒരുപാട് ഇബാറത്തുകൾ നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് ഇബാറത്തുകൾ മശായിഖീങ്ങൾ ഉദ്ധരിക്കുന്ന നമ്മൾ കാണും. ഇബ്നു തൈമിയ പറഞ്ഞു എന്ന് പറഞ്ഞ് ഫത്താവയിൽ നിന്ന് ഉദ്ധരിക്കും, അല്ലെങ്കിൽ ഇബ്നുൽ ഖയ്യിമിന്റെ മറ്റു കിതാബുകളിൽ നിന്ന് ഉദ്ധരിക്കും. നമ്മുടെ അടുക്കൽ നമുക്ക് എത്തിപ്പെടാവുന്ന സ്ഥലങ്ങളാണെങ്കിൽ പലതും ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ഇപ്പോ ഒരുപാട് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ചിലത് നമുക്ക് എത്താം, ചിലത് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. എത്തിപ്പെടാൻ കഴിയുന്നതും നമ്മളെ കൊണ്ടാകുന്ന നിലവാരത്തിലുള്ളതുമാണെങ്കിൽ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിലുള്ളതാണെങ്കിൽ അത് നമ്മൾ പിന്നെ അത് കേട്ടല്ലോ അത്ര മതി എന്ന് പറഞ്ഞോ പിന്നെ ഒഴിവാക്കി വിടലല്ല. നമ്മുടെ മുന്നിലൂടെ ഒരു ഫായിദ പോയാൽ അത് തസ്ബീത്ത് ചെയ്യണം, അത് ഉറപ്പിക്കണം. ഇതൊരു ത്വാലിബുൽ ഇൽമിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ചെയ്തിരുന്നത്. എന്തെങ്കിലും ഒന്ന് കേട്ടത് കേട്ട് എങ്ങനെ പോകലല്ല. ഒരു ഇൽമിയായ ഫായിദ കിട്ടിയാൽ അത് ഉറപ്പിക്കും. ഉറപ്പിക്കുന്നതിൽ ഒന്നാമത്തത് എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ പടി ഇൽമ് എന്നുള്ളത് അത് കേൾക്കുന്നതിലല്ല, വെറുതെ കേൾക്കുക, കേട്ടത് കേട്ടു പോകലല്ല. അതിനൊരു ത്വാലിബുൽ ഇൽമിന്റെ അടുക്കൽ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഉപമ പോലെ പറഞ്ഞു, ഹിക്മത്ത് പോലെ പറഞ്ഞു പോകാറുണ്ട്. ലാബുദ്ദ ലി ത്വാലിബുൽ ഇൽമി മിൻ കുന്നാശി യക്തുബു ഫീഹി ഖായിമൻ വമാശി. ഒരു ത്വാലിബുൽ ഇൽമിന് ഒരു എഴുത്തുകോലും പിന്നെ എഴുത്തായുധവും വേണം. എഴുതാനുള്ള ആയുധം അവന്റെ അടുക്കൽ വേണം. അവൻ നടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഒക്കെ എഴുതുന്നവനാകണം. അതിന് എഴുതാൻ സഹായിക്കുന്ന എഴുത്തുകോലും എഴുതാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും അവന്റെ അടുക്കൽ ഉണ്ടായിരിക്കണം. അത് അനിവാര്യമാണ് ഒരു ത്വാലിബുൽ ഇൽമാകണമെങ്കിൽ. ഇൽമ് എന്ന് പറയുന്നത് അതൊരു വേട്ടയാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയാറുള്ളത്, ഇൽമിനെ അദ്ദേഹം ഉപമിക്കാറുള്ളത് അതൊരു വേട്ടയാണ്, വേട്ടയാടുന്നതിനോടാണ് ഉപമിക്കാറുള്ളത്. എന്താണ് അതിന്റെ പ്രത്യേകത? അദ്ദേഹം പറയാറുണ്ട്, അൽ ഇൽമു സ്വൈദുൻ, അൽ ഇൽമു അൽ ഇൽമു സ്വൈദുൻ വൽ കിതാബത്തു ഖൈദുഹു. അൽ ഇൽമു സ്വൈദുൻ വൽ കിതാബത്തു ഖൈദുഹു. ഇൽമ് എന്ന് പറഞ്ഞാൽ അതൊരു വേട്ടയാണ്, അതൊരു വേട്ടയാണ്. സ്വൈദ് എന്ന് പറഞ്ഞാൽ വേട്ടയാണ്. കിതാബത്താണ്, എഴുത്താണ് അതിനുള്ള ഖൈദ്, അത് ബന്ധിപ്പിക്കൽ. വേട്ടയാടി കിട്ടുന്നതിനെ കെട്ടിയിടൽ, അതാണ് ഖൈദ്. കിതാബത്ത് എഴുത്താണ് ഖൈദ്. വേട്ടയാടി പിടിക്കുന്ന മൃഗത്തെ കെട്ടിയിടുന്നത് പോലെയാണ് ഇൽമായി കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കൽ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഖയ്യിദ് സുയൂദക, ഖയ്യിദ് സുയൂദക. بالحبال الواثقة. قيد صيودك بالحبال الواثقة.
ഖയ്യിദു സുയൂദക ബിൽ ഹിബാലിൽ വാസിഖ, നിന്റെ സുയൂദുകളെ, നീ വേട്ടയാടി പിടിച്ചിട്ടുള്ള നിന്റെ വേട്ട മൃഗങ്ങളെ, സുയൂദ് എന്ന് പറയുന്നത് അതാണ്. സ്വൈദിന്റെ ജംആണ് സുയൂദ്. ഖയ്യിദു സുയൂദക, നിന്റെ വേട്ടകളെ നീ കെട്ടിയിടണം. ബിൽ ഹിബാലിൽ വാസിഖ, നല്ല ഉറപ്പുള്ള കയറുകൊണ്ട്, നല്ല ഉറപ്പുള്ള കയറുകൊണ്ട്. അത് ചില ആളുകൾ എഴുതി വെക്കും. അന്ന് തന്നെ എടുത്ത് വായിച്ചാൽ ചിലപ്പോൾ വായിക്കാൻ കിട്ടും, പിറ്റേന്നാണ് അവനെടുത്ത് വായിക്കണമെങ്കിൽ അവനവൻ തന്നെ മനസ്സിലാവൂല. അതാകരുത്. ബിൽ ഹിബാലിൽ വാസിഖ, അത് കയറുകൊണ്ട് കെട്ടിയതേ ഉള്ളൂ, അതൊരു ഇപ്പൊ പൊട്ടാറായി നിൽക്കണ ഒരു നിർമ്മിച്ച കയറായിരുന്നു, അതാണ് പൊട്ടിപ്പോയി എന്നുള്ളതാകരുത്. എഴുതി ഉറപ്പിക്കുന്നത് വളരെ വൃത്തിയിൽ എഴുതുക, മനസ്സിലാകുന്ന വിധം എഴുതുക, അക്ഷരങ്ങൾ നന്നാക്കുക, നല്ല അക്ഷരത്തിൽ തെളിമയായിരുന്ന അക്ഷരത്തിൽ. അഹ്ലുസുന്ന എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും ബോധമുള്ളവരാണ്, ക്ലാരിറ്റി ഉള്ളവരാണ്. അവരൊരു കാര്യം എഴുതുകയാണെങ്കിൽ എഴുതിയത് ക്ലാരിറ്റി ഉണ്ടാവും. അത് ആൾക്കാർക്ക് വായിക്കാൻ കിട്ടാത്ത, അവനവൻ തന്നെ വായിക്കാൻ കിട്ടാത്ത ഒരു ദുർബലമായ ഒരു കയറുകൊണ്ടല്ല കെട്ടിയിടൽ. നല്ല ശക്തമായ പാശം കൊണ്ട് തന്നെ നീ കെട്ടിയിടണം. ഖയ്യിദു സുയൂദക ബിൽ ഹിബാലിൽ വാസിഖ. ومن الحماقة ومن الحماقة أن تصيد غزالة വമിനൽ ഹമാഖത്തി, വലിയ ഹംഖത്തരത്തിൽ വിഡ്ഢിത്തത്തിൽപ്പെട്ടതാണ്. അൻ തസീദ, നീ വേട്ടയാടുക എന്നുള്ളത്. ഗസാലത്തൻ, നല്ല ഒരു മാൻപേടയെ, നല്ല ഒരു മാൻപേടയെ നീ വേട്ടയാടുകയും. വമിനൽ ഹമാഖത്തി, വിഡ്ഢിത്തത്തിൽപ്പെട്ടതാണ്. അൻ തസീദ ഗസാലത്തൻ, നീ ഒരു നല്ല മാൻപേടയെ വേട്ടയാടുന്നു. എന്നിട്ട് വതത്രുകഹ, ബൈനൽ ഖലായിഖി ത്വാലിഖ, വതത്രുകഹ ബൈനൽ ഖലായിഖി ത്വാലിഖ. എന്നിട്ട് നീ അതിനെ വിടുകയും ചെയ്യുക. തത്രുക്കഹ, നീ അതിനെ വിട്ടുകളയുക. ബൈനൽ ഖലായിഖ്, പടപ്പുകൾക്കിടയിൽ. ത്വാലിഖത്തൻ, സ്വതന്ത്രയായി, കെട്ടിയിടാതെ വിടുക എന്നുള്ളത് അത് ഏറ്റവും വലിയ ഹമാക്കത്തിൽ പെട്ടതാണ്, വിഡ്ഢിത്തത്തിൽ പെട്ടതാണ്. ഇത് സയ്യിദുൽ ഖാത്തിറിൽ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പറഞ്ഞിട്ടുള്ളതാണ്.
ഇബ്നുൽ ജൗസിയുടേതാണ് ഈ വാക്ക്. സയ്യിദുൽ ഖാത്തിറിലാണ് അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞത്? അൽ ഇൽമു സയ്യിദുൻ, ഇൽം എന്ന് പറഞ്ഞാൽ അതൊരു വേട്ടയാണ്. വൽ കിതാബത്തു ഖൈദുഹു, വൽ കിതാബത്തു ഖൈദുഹു, കിതാബത്താണ്, എഴുത്താണ് അതിനെ ബന്ധിപ്പിക്കൽ. ഖയ്യിദു സുയൂദക ബിൽ ഹിബാലിൽ വാസിഖ, നിന്റെ വേട്ടകളെ നീ വേട്ടയാടി കിട്ടുന്ന, നിനക്ക് വേട്ടയാടി കിട്ടുന്ന നിന്റെ വേട്ടകളെ നീ ബന്ധിപ്പിക്കണം, കെട്ടിയിടണം. ബിൽ ഹിബാലിൽ വാസിഖ, നല്ല വാസിഖത്തായ ഉറപ്പുള്ള ബലമുള്ള കയറുകൾ കൊണ്ട്. വമിനൽ ഹമാഖത്തി, ഏറ്റവും വലിയ വിഡ്ഢിത്തത്തിൽപ്പെട്ടതാണ് അൻ തസീദ ഗസാലത്തൻ, നല്ല ഒരു മാൻപേടയെ നീ വേട്ടയാടലും. അൻ തസീദ, നീ വേട്ടയാടൽ, ഗസാലത്തൻ, ഒരു മാൻപേടയെ, വതത്രുകഹ, എന്നിട്ട് നീ അതിനെ വിടുകയും ചെയ്യുക, ബൈനൽ ഖലായിഖി, പടപ്പുകൾക്കിടയിൽ, ത്വാലിഖത്തൻ, കെട്ടഴിച്ച് സ്വതന്ത്രയാക്കി വിടുക എന്നുള്ളത് അത് ഏറ്റവും വലിയ വിഡ്ഢിത്തത്തിൽപ്പെട്ടതാണ്. ഇനി നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക. വകാന യുസബ്ബിതു മാ യമുറു അലൈഹി മിനൽ ഫവായിദി അസ്നാ അൽ ഖിറാഅത്തി, അസ്നാ അൽ ഖിറാഅ, ഖിറാഅത്തിന്റെ ഇടയിൽ, വായനക്കിടയിൽ അദ്ദേഹത്തിന്റെ അടുക്കലൂടെ കടന്നു പോകുന്ന ഫവായിദുകൾ അദ്ദേഹം തസ്ബീത്ത് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ആ ഫവായിദുകൾ എഴുതി സൂക്ഷിക്കും. എന്നിട്ട് അത് മറാജിഅകളിലേക്ക് മടങ്ങേണ്ടതുണ്ടെങ്കിൽ മറാജിഅകളിലേക്ക് മടങ്ങും, മുത്താലഅ ചെയ്യും, അതിനെ ശരിക്ക് ഓരോന്നിന്റെയും ബേസ് കണ്ട് ഉറപ്പിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അത് വകാന യുസബ്ബിതു മാ യമുറു അലൈഹി, അദ്ദേഹത്തിന്റെ അടുക്കലൂടെ കടന്നു പോകുന്നതിനെ അദ്ദേഹം തസ്ബീത്ത് ചെയ്യും. മിനൽ ഫവായിദ്, ഫായിദകളിൽ നിന്ന്. അസ്നാ അൽ ഖിറാഅത്തി വൽ ബഹ്സി, അസ്നാ അൽ ഖിറാഅത്തി വൽ ബഹ്സി, വായനയുടെയും അതുപോലെ ബഹസിന്റെയും, ബഹസ് എന്ന് പറഞ്ഞാൽ പരിശോധന, ഗവേഷണം നടത്തുക, പരിശോധിക്കുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. പരിശോധിക്കുന്നതിന്റെയും വായിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ ഒരു കിതാബ് വായിക്കും, ആ കിതാബ് വായിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഫായിദ കാണും, അത് പിന്നെ പരിശോധിച്ചു നോക്കാൻ വേണ്ടി വേറെ വായിക്കും, അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ അതിനേക്കാൾ വലുത് കിട്ടും. അൽബാനി റഹ്മഹുല്ലയെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം മക്തബത്തുൽ ലാഹിരിയയിൽ ചില സമയത്ത് ഒരു കിതാബ് നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയർമ കയറും. സ്റ്റെയർമ കയറിയിട്ട് ഒരു കിതാബ് എടുക്കും. അതിന്റെ ഒരു കാര്യം നോക്കാൻ വേണ്ടി കിതാബ് എടുക്കുകയാണ്. അപ്പൊ എടുക്കണതിന്റെ കൂട്ടത്തില് ചിലപ്പോ വേറൊരു കിതാബായിരിക്കും, ആ കൂട്ടത്തിൽ അത് ഒന്ന് തരുമ്പോ വേറൊന്ന് കാണും. അല്ലെങ്കിൽ ആ കിതാബിനെ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വായന തുടങ്ങും. പിന്നെ ആ സ്റ്റെയർമ തന്നെ ഇരുന്നിട്ട് വായന അവസാനിപ്പിക്കും, ഇറങ്ങി വരാറില്ല. ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ദീർഘനേരം വായിക്കും. ഇതൊക്കെ ഒരു ത്വാലിബുൽ ഇൽമിന്റെ ഹിമ്മത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് അതിലേക്ക് എത്തുക. ആ ഫവായിദുകൾ കിട്ടുന്നിടത്തോളം കിട്ടുക. അത് അങ്ങനെ ഹിമ്മ ജാമിഅ, എല്ലാം ഒരുമിച്ച് ചേർക്കുക, സമ്പാദിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ഹിമ്മത്ത് വേണം ഒരു ത്വാലിബുൽ ഇൽമിന് എന്നാണ്. വകാന ലാ യസ്അമു മിനൽ കിതാബത്തി, ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വകാന ലാ യസ്അമു മിനൽ കിതാബത്തി, വകാന ലാ യസ്അമു മിനൽ കിതാബ, കിതാബത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം, എഴുത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ലാ യസ്അം, സഅം എന്ന് പറഞ്ഞാൽ മടി, ആലസ്യം, ഇതിനാണ് സഅം എന്ന് പറയാം. അദ്ദേഹം ഒരു മടിയും കാണിച്ചിരുന്നില്ല, അദ്ദേഹത്തിന് ഒരു ആലസ്യവും തോന്നാറുണ്ടായിരുന്നില്ല കിതാബത്തിന്റെ കാര്യത്തിൽ. എഴുത്തിന്റെ കാര്യത്തിൽ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. കിതാബത്ത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇൽമ് നേടുന്ന കാര്യത്തിൽ. وقد خط كتبا كثيرة من مؤلفات ابن تيمية وابن القيم رحمهم الله. അതുകൊണ്ട് തന്നെ വഖദ് ഖത്ത, അദ്ദേഹം കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഖത്ത സഅം എന്ന് പറഞ്ഞാല് മടി,
കാന ലാ യസ്അം, അദ്ദേഹത്തിന് മടുപ്പുണ്ടാകുമായിരുന്നില്ല. മടുപ്പാണ്. ലാ യസ്അമു മിനൽ കിതാബ, എഴുത്തിന്റെ കാര്യത്തിൽ ഒരു മടുപ്പും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എത്ര എഴുതിയാലും മടുക്കുമായിരുന്നില്ല. അതിന് ഉദാഹരണമാണ് വഖദ് ഖത്ത കുതുബൻ കസീറതൻ, അദ്ദേഹം ഒരുപാട് കിതാബുകൾ കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. മിൻ മുഅല്ലഫാതി ഇബ്നു തൈമിയ്യ വഇബ്നുൽ ഖയ്യിം, ഇബ്നു തൈമിയ്യയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും മുഅല്ലഫാത്തുകളിൽ നിന്ന്, രചനകളിൽ നിന്ന് ധാരാളം കിതാബുകൾ കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇബ്നു തൈമിയ്യന്റെ ഇബ്നുൽ ഖയ്യിമിന്റെയും കിതാബുകളുടെ മഖ്തൂത്തകൾ പരിശോധിച്ചാൽ പലതും ഷെയ്ഖുൽ ഇസ്ലാം പിന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ കൈകൊണ്ട് എഴുതിയത് കാണാം. കയ്യെഴുത്ത് പ്രതികൾ അദ്ദേഹത്തിന്റെ കൈകൊണ്ടുണ്ട്. മുമ്പ് കോപ്പി എടുക്കൽ അതാണ്, കിതാബ് വാങ്ങലല്ല. അല്ലെങ്കിൽ വാങ്ങാൻ പലർക്കും കഴിയില്ല, നല്ല വില കൊടുത്ത് വാങ്ങൽ പലർക്കും കഴിയില്ല. കഴിയാണ്ടാവുമ്പോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പരിപാടിക്ക് പകരം വന്ന് അവനവന്റെ കൈ കൊണ്ട് എഴുതി ഉണ്ടാക്കലാണ്. രണ്ട് കാര്യമാണ്. ആ എഴുത്തോടു കൂടി തന്നെ വായനയും പഠനവും അതോടുകൂടി തന്നെ ഒരിക്കലും നടക്കും. ഹിഫ്ളാക്കലും കൂടി അതുമ്പോൾ തന്നെ നടക്കും. അതാണ് അവർ ചെയ്തിരുന്നത്. കിതാബ് അങ്ങനെ തന്നെ എഴുതിയാണ് അവർ പഠിച്ചിരുന്നത്. എഴുത്ത് എന്നുള്ളത് ഇൽമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാണ്. ഇനി ത്വലബുഹുലിൽ ഇൽം, അദ്ദേഹത്തിന്റെ ഇൽമന്വേഷണം, ഇൽമ് തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്രകളും മറ്റുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചുരുക്കി വളരെ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഇൽമ് നേടിയിരുന്നത്, ഇൽമ് അന്വേഷിച്ചിരുന്നത്? കാന കസീറൽ മുതാലഅതി ഫീ കുതുബി തഫ്സീർ വൽ ഹദീസ്, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വാചകം. കാന കസീറൽ മുതാലഅ, അദ്ദേഹം ധാരാളമായി മുതാലഅ ചെയ്യുമായിരുന്നു. വായിച്ചങ്ങനെ പോകുക, റഫർ ചെയ്ത് പോകുക, അതിനാണ് മുതാലഅ എന്ന് പറയാം. ധാരാളമായി വായിക്കുമായിരുന്നു, റഫർ ചെയ്യായിരുന്നു, പരിശോധിക്കുമായിരുന്നു. ഫീ കുതുബി തഫ്സീർ വൽ ഹദീസ്, തഫ്സീറിന്റെയും ഹദീസിന്റെയും കിതാബുകൾ. ഇൽമിന്റെ സോഴ്സ് എന്ന് പറയുന്നത്, ഇൽമ് കിടക്കുന്നത് അതിലാണ്, തഫ്സീറിലും ഹദീസിലുമാണ്. വജദ്ദ ഫീ ത്വലബിൽ ഇൽമി ലൈലൻ വനഹാറ. വജദ്ദ, ജദ്ദ എന്ന് പറഞ്ഞാൽ കഠിന പരിശ്രമം ചെയ്തു, അദ്ദേഹം കഠിന ത്യാഗം ചെയ്യുമായിരുന്നു. ഫീ ത്വലബിൽ ഇൽമി, ഇൽമ് നേടുന്ന കാര്യത്തിൽ, ഇൽമ് അന്വേഷിക്കുന്ന കാര്യത്തിൽ. ലൈലൻ വനഹാറ, രാവും പകലും, രാവും പകലും കഠിനാധ്വാനം ചെയ്യുമായിരുന്നു ത്വലബുൽ ഇൽമിന്റെ കാര്യത്തിൽ. വജദ്ദ ഫീ ത്വലബിൽ ഇൽമി ലൈലൻ വനഹാറ. فكان يحفظ المتون العلمية في شتى الفنون. فكان يحفظ المتون العلمية, علمية മുത്തൂനുകൾ, ടെക്സ്റ്റുകൾ അദ്ദേഹം ഹിഫ്ളാക്കുമായിരുന്നു. ഫീ ശത്തൽ ഫുനൂൻ, അൽ മുത്തൂനുൽ ഇൽമിയ. മുത്തൂനുൽ ഇൽമിയ എന്ന് പറയുന്നതാണ് നമ്മൾ ഓരോ കാര്യത്തിലും ഉപയോഗിക്കുന്ന ചെറിയ ടെക്സ്റ്റുകൾക്കാണ് പറയാ. ഉദാഹരണമായിട്ട് സലാസത്തുൽ ഉസൂൽ അഖീദയിലുള്ള ഒരു മത്തിനാണ്. അതുപോലെ ഉംദത്തുൽ അഹ്കാം, അത് ഫിഖ്ഹിലും ഹദീസ്, പിന്നെ ഫിഖ്ഹ് ഹദീസിയായ രൂപത്തിൽ ക്രോഡീകരിച്ചിട്ടുള്ളതിലെ ഒരു മത്തിനാണ്. അതുപോലെ ഇൽമുൽ ഹദീസിലാണെങ്കിൽ നുഖ്ബത്തുൽ ഫിക്ർ, നുഖ്ബ, അത് ഉലൂമുൽ ഹദീസിലെ ഒരു മത്തിനാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുത്തൂനുൽ ഇൽമിയ അത് ഹിഫ്ളാക്കും, മത്തിനെ ഹിഫ്ളാക്കുക എന്നുള്ളത്. ഫി ശത്തൽ ഫുനൂൻ, ശത്ത എന്ന് പറഞ്ഞ വ്യത്യസ്തങ്ങളായ, ശത്തൽ ഫുനൂൻ വ്യത്യസ്തങ്ങളായ ഫന്നുകളിൽ, ഇൽമിന്റെ ഫന്നുകൾ, ഇനങ്ങൾ. ഇപ്പൊ തഫ്സീർ ഒരു ഫന്നാണ്, ഹദീസ് ഒരു ഫന്നാണ്, ഫിഖ്ഹ് ഒരു ഫന്നാണ്, പിന്നെ അങ്ങനെ തുടങ്ങി അതിന്റെ ഉപഫന്നുകളായിട്ട് പറഞ്ഞാൽ
ഹദീസിൽ തന്നെ ഇൽമുൽ ഹദീസ് ഒരു ഫന്നാണ്, നഹ്വ് ലുഗ ഒരു ഫന്നാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഫുനൂനുകളിൽ മത്നുകൾ അദ്ദേഹം മുത്തൂനുൽ ഇൽമിയ്യ ഹിഫ്ളാക്കുമായിരുന്നു. ഫത്ഹുൽ ബാരി ഹിഫ്ളാക്കി എന്നല്ല പറയാ ഒരു ആലിമിനെ സംബന്ധിച്ച് പറയുമ്പോൾ. മുത്തൂനുൽ ഇൽമിയ്യ ചെറിയ ചെറിയ മത്നുകളെ ഹിഫ്ളാക്കി എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ ക്വാളിറ്റി. ചില ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പൊ പറയാതല്ല, തക്രീബ് തഹദീബ് ഹിഫ്ളാക്കിയിട്ടുണ്ട് എന്നൊക്കെ വലിയതാണ്. ആദ്യം തന്നെ ഒറ്റ ചാട്ടാണ് മേലക്ക്, പിന്നെ പെട്ടെന്ന് സ്ലിപ്പാകുമ്പോ നടുതല്ലി വീഴും, നടുഒടിഞ്ഞു പോകും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ആ ജാതി ചില സാഹസങ്ങളാണ് ഇന്ന് ചില കുട്ടികളിലൊക്കെ ഉള്ളത്. ചെറിയ ചെറിയ ചെക്കന്മാര് ഇന്ന് ചിലപ്പോ തുടങ്ങിയിട്ടുണ്ടാകുക അതാണ്. അത് വലിയതായിരിക്കും ആദ്യം പഠിക്കേണ്ടതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അതല്ല യോഗ്യത. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ യോഗ്യത പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ തർജ്ജമ രചിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് അതാണ്. ഫക്കാന യഹ്ഫദുൽ മുതൂനൽ ഇൽമിയ്യ ഫീ ശത്തൽ ഫുനൂൻ. വ്യത്യസ്തങ്ങളായ ഫന്നുകളിൽ ഓരോ ഫന്നിലും ഒരു മത്തിനെങ്കിലും നമ്മൾ ഹിഫ്ളാക്കി വെക്കണം. ഫിഖ്ഹില്, ഉസൂലുൽ ഫിഖ്ഹില്, ഹദീസില്, ഇൽമുൽ ഹദീസില്, അതുപോലെ തന്നെ പിന്നെ മുഖദ്ദിമത്തു തഫ്സീറിൽ, അങ്ങനെ എല്ലാ കാര്യത്തിലും മത്തിനുകളെ ഹിഫ്ളാക്കുക എന്നുള്ളത് ത്വാലിബുൽ ഇൽമിന്റെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യമാണ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു വറഹല ഫീ ത്വലബിൽ ഇൽമി. പിന്നെ ത്വലബുൽ ഇൽമിൽ പ്രധാനപ്പെട്ടതാണ് റഹല എന്ന് പറയുന്നത്. റഹല ലി ത്വലബിൽ ഇൽം. ത്വലബുൽ ഇൽമിന് വേണ്ടി റഹല നടത്തണം. റഹല എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഇൽമിന് വേണ്ടിയുള്ള യാത്രക്കാണ് റഹല എന്ന് പറയാം. റഹല വളരെ പ്രധാനപ്പെട്ടതാണ്. വറഹല അദ്ദേഹം യാത്ര നടത്തി. ഫീ ത്വലബിൽ ഇൽമി, റഹല ഫീ ത്വലബിൽ ഇൽമി, ഇൽമ അന്വേഷിച്ചുകൊണ്ട്. അവനവന്റെ നാട്ടിൽ, അവനവന്റെ വീട്ടിൽ ആദ്യം വാപ്പയിൽ നിന്ന് പഠിച്ചു, അമ്മാവന്മാരിൽ നിന്ന് പഠിച്ചു. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രഹല. അത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ആദ്യം അത് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ രഹലകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയാ ഫസ്റ്റ് അദ്ദേഹം ഇൽമ നേടിയത് വാപ്പാന്റെ അടുക്കൽ നിന്നാണ്. വാപ്പാന്റെ അടുക്കൽ നിന്ന് കിട്ടാവുന്നത് വാങ്ങി. തിരിച്ചു അവിടെയാണ്. വറഹല ഫീ ത്വലബിൽ ഇൽം, ഇൽം അന്വേഷിച്ചുകൊണ്ട് പിന്നെ അതിനുശേഷം ചുറ്റുഭാഗത്തേക്ക് പോകും. എവിടേക്ക് പോയി? ഇലൽ അഹ്സാ വ മക്ക വൽ മദീന. അഹ്സായിലേക്കും മക്കയിലേക്കും മദീനയിലേക്കും. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നാളത്തെ മജ്‌ലിസിൽ നമുക്ക് തുടരാം. والله تعالى أعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك.